ഇവനാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ട് ഫോൺ വിളിച്ചല്ലേ? 15,000 രൂപ. എന്റെ ഹേർട്ടൊക്കെ ഭയങ്കരമായിട്ട് ഇടിക്കുന്നു. എടുത്തോണ്ട് വരട്ടെ. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സിറേഖ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പോൾ നമ്മളിപ്പോൾ മൂവാറ്റുപുഴയിലാണ്. മൂവാറ്റുപുഴയിൽ നേരെ കോട്ടയം പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളൊരു സാധനത്തിന് മേടിച്ചിട്ടുണ്ട്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ചാനൽ തുടങ്ങിയ സമയം തൊട്ട് നമ്മുടെ അടുത്ത് മേടിക്കാൻ പറഞ്ഞൊരു സാധനമാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ, കൂട് കാണിച്ചു കൊടുത്തേ. ആ കൂടിനകത്ത് നല്ല ഉറക്കമാണ് കേട്ടോ. വീട്ടിൽ പോയിട്ട് വണ്ടി തുറക്കുമ്പോഴേക്കും ആരൊക്കെ ബോധം കിട്ടു വീഴും നമുക്ക് അറിയത്തില്ല. ആനന്ദ കണ്ണീരിന്റെ പ്രളയമായിരിക്കും കേട്ടോ. നമ്മൾ ചെല്ലുമ്പോൾ ഒരു 6-6:30 ആവും. ഇപ്പൊ സമയം 5:15 ഗൈസ്. അങ്ങനെ നമ്മൾ ഫൈനലി വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലോട്ടുള്ള കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വഴിയൊക്കെ കണ്ടോ, ഭയങ്കര ഹെവി മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഗൈസ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താ, നമ്മൾ കോഴിക്കോട് മീൻ പിടിക്കാൻ പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ മീനിനെ കിട്ടിയെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. എന്നിട്ട് നമ്മൾ ഇവനെ എടുത്ത് പുറകെ നിർത്തും. എന്നിട്ട് മീനിനെ എടുക്കാൻ വരുന്നവർ കാണാൻ പോകുന്ന പട്ടീനാണ് കേട്ടോ. അപ്പൊ റെഡി അല്ലേ? ഞാൻ ഇതിന് വേണ്ടി കൊണ്ടുപോകാം. അവനെ അടച്ചോ. ഞാനിവനെ പുറകെ കൊണ്ടുവെക്കാൻ വേണ്ടി പോവാണ്. പെണ്ണെ പുറകെ ഇരുന്നോണം കേട്ടോ, പേടിക്കൊന്നും വേണ്ട. പേടി. അപ്പൊ ഗൈസ് ഞാൻ അവളെ ഇനി എടുത്ത് തുറന്നു വിടാൻ വേണ്ടി പോവാണ്. ഇവിടെ ഞാൻ ലൈറ്റ് ഇവിടുത്തെ പെണ്ണെ പുറത്തിറങ്ങിന്നു. അപ്പൊ ഞാൻ അവളെ പുറത്തിറങ്ങി വിട്ടിട്ടുണ്ട്. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. എന്റെ പൊന്നെ ഹെവി മഴയാണ് കേട്ടോ. ഹെവി മഴ പറഞ്ഞാൽ ഇതുവരെ കുറച്ചില്ല. വണ്ടി വായിക്കോട്ടെ വിടുന്നുണ്ട്. ഭയങ്കര ഉറക്കക്കാരനാണ് തോന്നുന്നു. ഭയങ്കര എപ്പോഴും വായിക്കോട്ടെ വിടുന്നുണ്ട്. പെണ്ണെ പുറകിലുണ്ടോ? അപ്പൊ നമ്മൾ വീട്ടിലോട്ട് വണ്ടി കയറ്റി വേണേ. എല്ലാവരും മീനെ എക്സ്പെക്ട് ചെയ്തിരിക്കുമായിരിക്കും. അപ്പൊ നമ്മൾ വണ്ടി വഴി കയറ്റി വിടുവാണ് കേട്ടോ. നമ്മൾ വണ്ടി കയറ്റി ഇട്ടിട്ടുണ്ട്. വണ്ടി അടച്ചു. മീൻ കിട്ടി. അപ്പൊ എന്തായാലും കാലിക്കോട്ട് പോയ 2 കാര്യങ്ങൾ നടന്നു. ഒന്ന് നമ്മുടെ ബിസിനസിന്റെ കാര്യം, അത് റെഡിയായി. രാവിലെ മീൻ പിടിച്ചത് എന്നാണെങ്കിൽ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. അപ്പൊ അതും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുറന്നാലോ? അപ്പൊ തുറക്കാൻ വേണ്ടി പോകണം. ഒരു മിനിറ്റ് തുറക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ മീൻ പിടിക്കുന്നത് നിങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് പോയിട്ട് പോകാം. അപ്പൊ കൊടയൊക്കെ എടുത്തൊന്ന് റെഡി ആവട്ടെ. നമ്മൾ കോഴിക്കോട് പോകുന്നതുണ്ടല്ലോ, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം ഞാൻ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. അതിന്റെ താഴേക്ക് ഒത്തിരി കമന്റ് വരുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി മുടി പോകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. ഞാനാണെങ്കിൽ ഒത്തിരി യാത്ര ചെയ്യുന്നതാണ്, ഒത്തിരി വെള്ളം മാറി കുളിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ആക്ച്വലി ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എൻ്റെ മുടി നന്നായിട്ട് പോകുമായിരുന്നു. അപ്പോൾ ആൾക്കാർ നമ്മുടെ അടുത്ത് പറഞ്ഞിങ്ങനെ ഓയിലൊക്കെ തേക്കാനായിട്ട്. ഓയിലൊക്കെ തേച്ചപ്പോഴേക്കും ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ മുടി ഒരുമാതിരി ചപ്പിയിരിക്കും. അപ്പോൾ വീഡിയോ എടുക്കുമ്പോഴേക്കും ഭയങ്കര വൃത്തിയാണ്. അത് മാത്രമല്ല ഇത് നെറ്റിയിലേക്ക് ഇറങ്ങിയിട്ട് നെറ്റിയിൽ ഫുൾ ഓയിൽ കണ്ടന്റ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ചെറുതായിട്ട് പിമ്പിളിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ഇത് അങ്ങനെയാണ് ആക്ച്വലി ഞാൻ മൂസ്റ്റാക്കിൻ്റെ കോക്കോഅലോ ഹെയർ ക്രീം യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ ഇതിനകത്ത് നാച്ചുറൽ കോക്കനട്ട് ക്രീമും അതുപോലെ തന്നെ അലോവേര എക്സ്ട്രാക്റ്റും ഉണ്ട്. നമ്മൾ തുറന്നു കഴിയുമ്പോഴേക്കും തന്നെ നമുക്കത് കാണാൻ വേണ്ടി പറ്റും. നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് കയ്യിലെടുത്ത് റബ്ബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കൈക്ക് നല്ല സ്മെല്ലാണ് കേട്ടോ. അത് അലോവേരയുടെ കോക്കനറ്റ് ഒരു പ്രത്യേക സ്മെല്ലുണ്ട്. അതുപോലെ തന്നെ നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ഹെയറിന് നല്ല സ്മെല്ലാണ്. അതുപോലെ നമുക്ക് നല്ലൊരു ഫ്രഷ് ഫീലിംഗ് കിട്ടും. സ്മെല്ല് മാത്രമല്ല, ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ നമ്മുടെ ഹെയർ നല്ലതായിട്ട് ഷൈനി ആയിട്ടിരിക്കും കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. നമ്മുടെ മുടിക്ക് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഉള്ളത് കൊണ്ട് തന്നെ ഇത് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വളരും കേട്ടോ. അതായത് ഓയിൽ തേക്കുമ്പോൾ ഉള്ള ആ ഒരു കുഴഞ്ഞിരിക്കുന്ന ഫീൽ ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഹെയർ ഫോൾ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യും. ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ ഞാൻ ഉപയോഗിക്കുന്ന വേറൊരു പ്രോഡക്റ്റാണ് മൂസ്റ്റാക്കിൻ്റെ ഹെർബൽ ഷാംപൂ. അതായത് നമ്മൾ ഒരു കോംബോ പാക്കാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഷാംപൂ യൂസ് ചെയ്യുമ്പോഴേക്കും തന്നെ അത് നമ്മുടെ മുടിയിലുള്ള എല്ലാ സാധനവും അങ്ങ് കഴുകി കളഞ്ഞിട്ട് മുടീനെ ഭയങ്കര ഡ്രൈ ആക്കും. പക്ഷേ ഇത് യൂസ് ചെയ്യാനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അലോവേരയുടെ കണ്ടന്റ്, ഷിക്കാഗയുടെ കണ്ടന്റ്, അതുപോലെ അംലയുടെ കണ്ടന്റ് നമ്മുടെ മുടിയെ തന്നെ നിർത്തും. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ഡാമേജ് ഉണ്ടാകത്തില്ല മുടിക്ക്. അപ്പോൾ ആക്ച്വലി ഈ 2 പ്രോഡക്റ്റ് യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഹെയർ ഫോൾ എന്ന് പറയുന്ന സാധനം ഏകദേശം 1 മാസം കൊണ്ട് തന്നെ കുറയും. അതുപോലെ തന്നെ ഉണ്ടോ നിങ്ങൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഡിഫറൻസ് ഫീൽ ചെയ്യും. അപ്പോൾ മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പോയാൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി നേരെ ഉണ്ടല്ലോ കോഴിക്കോട് പോകാൻ പോവാം. അതായത് നമ്മളിപ്പോൾ എവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ എവിടെ ഉള്ളത് കോഴിക്കോടാണ് കേട്ടോ. നല്ല ഒന്നാന്തരം പത്തിരിയും ബീഫ് കറിയും കഴിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളുള്ള സ്ഥലത്തിന്റെ പേര് എവിടെയെന്ന് വെച്ചാൽ ഉള്ളേരി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ ആണ് സാധനത്തിന് മേടിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന. ആളുടെ വീടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ആള് നമുക്ക് വീട്ടിലെ ലൊക്കേഷൻ അയച്ചാൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ലൊക്കേഷൻ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ. ഗൈസ് നമുക്ക് ലൊക്കേഷൻ വന്നിട്ടുണ്ട്. ആ കൊടുത്ത് ജിനോസിന് നമുക്ക് അതിന്റെ വീഡിയോടെ കാണിച്ചു കൊടുക്കാം കേട്ടോ. ലൊക്കേഷൻ രാഹുൽ ചേട്ടനാണ് നമുക്കിത് ലൊക്കേഷൻ. ഓക്കെ, വീട്ടിൽ ലൊക്കേഷൻ വന്നിട്ടുണ്ട്. ജിനോസ് വീഡിയോ കണ്ടില്ലല്ലേ? അടിപൊളിയല്ലേ? അപ്പൊ നമ്മളിത് ഇവരെ കാണാനാണ് കേട്ടോ പോകുന്നത്. ഇതിനകത്ത് വേറൊരു കോമഡി എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ പട്ടീനെ വളർത്തിയിട്ടില്ല. നമ്മൾ വളർത്താത്തൊരു ജീവി പട്ടി മാത്രമാണ്. പട്ടിയും പൂച്ചയും ബാക്കി ബേർഡ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാത്തിനും വളർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പോകണം. നമുക്ക് നേരെ ഇനിയിപ്പോ നേരെ ലൊക്കേഷൻ ഇടൂ. ഇതാണ് ഉള്ളേരി എന്ന് പറയുന്ന സ്ഥലം. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടുത്തെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടോ എനിക്കറിയത്തില്ല. ആരെങ്കിലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്ക്. നമുക്കൊരു എക്സൈറ്റ്മെന്റ്. ആള് തീരെ ചെറുത്, 50 ദിവസം പ്രായമുള്ളൂ കേട്ടോ. ഗൈസ് നമ്മുടെ ചേട്ടൻ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് ചേട്ടനാണ് നമുക്ക് പട്ടീനെ തരുന്നത്. നല്ല അടിപൊളി സ്ഥലമാണ്. കാണിച്ചു കൊടുത്തേ. ഒരു ചെറിയൊരു ഗ്രാമപ്രദേശം പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു. പക്ഷെ ഇതിന് വഴിക്ക് എഡ്ജൊന്നും ഇല്ല കേട്ടോ. കൃത്യം എനിക്ക് എന്നാ അറിയില്ല, എനിക്ക് ചെറിയ ടെൻഷൻ പോലെ കേട്ടോ. എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല. ചെറിയൊരു ഓഫ് റോഡാണ്. ചേട്ടാ ഇങ്ങോട്ടിട്ടാ മതിയോ?
അങ്ങനെ ഫൈനലി നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ചേട്ടനാണ് കേട്ടോ നമ്മളെ കോൺടാക്ട് ചെയ്ത്. രാഹുൽ എന്നല്ലേ പേര്? രാഹുൽ. അപ്പം നമുക്ക് എന്താണെങ്കിലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. എക്സൈറ്റ്മെന്റും അത് എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ. അപ്പോൾ നമ്മൾ ഇതുവരെ മേടിച്ചിട്ടില്ല. ഞാൻ ഇതുവരെ പട്ടീനെ വളർത്തിയിട്ടില്ല. നമ്മൾ പട്ടീനെയും പൂച്ചേനെ ജീവിതത്തിൽ ഇതുവരെ വളർത്തിയിട്ടില്ല. ആണല്ലേ? വളർത്തണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ വീട്ടിലൊരിക്കലും സമ്മതിച്ചിട്ടില്ല. അതാണ് ആക്ച്വലി കാര്യം. അപ്പോൾ ഇപ്പം പിന്നെ കുഴപ്പമില്ല, ചാനലുള്ളതുകൊണ്ട് ഇതൊന്നും പറയത്തില്ല. ആണല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകാം കേട്ടോ. ചേട്ടൻ്റെ പേര് എങ്ങനെയാ? ശ്രീഹരി ആണ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഹരിക്കുട്ടന്റെ പേരാണ് കേട്ടോ, ശ്രീഹരി. ആ, നമ്മളിതേ വരുന്ന വഴിക്ക് രണ്ടുപേരും സൈഡിൽ നിൽക്കുന്നത് സബ്സ്ക്രൈബേഴ്സ് ആണോ? പേരെന്നാ? അനന്തു. മോന്റെ പേരെന്നാ? യുവമാർക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇവനാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ട് ഫോൺ വിളിച്ചല്ലേ? ആരെ വിളിച്ചേ? എന്തിനാ വിളിച്ചേ? ആണോ? എന്നിട്ടോ രക്ഷിച്ചോനെ? ആണോ? അടിപൊളി കേട്ടോ. ഇവന്മാര് എന്ത് സംഭവം ഒന്ന് പറഞ്ഞേ. കളിച്ചോണ്ടിരിക്കുമ്പോ ഒരു സൗണ്ട് നായ്ക്കൾ കടിക്കായിരുന്നു. കടിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ പെട്ടെന്ന് പോയി മറ്റേ നായനെ കുടിച്ച് നായ്ക്കുട്ടി കുറെ മൃഗാശുപത്രി വിളിച്ചപ്പോ അവരൊന്നും സമ്മതിച്ചില്ല. പറ്റില്ല. നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചു. ഒരു മൃഗസംരക്ഷണ വകുപ്പിനോട് പറഞ്ഞ് പഞ്ചായത്തിലേക്ക് പറഞ്ഞു. ആളൊന്ന് അടിപൊളി. ഇതാണ് കേട്ടോ പിള്ളേരൊക്കെ. ഇന്നത്തെ കാലത്ത് നമ്മൾ വിചാരിക്കുന്നില്ല, സ്മാർട്ട് ഫോണും ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്ന പിള്ളേരുണ്ട് കേട്ടോ. നിങ്ങളുടെ പേരെടുത്ത് പറഞ്ഞേ? അനന്തുദേവ്. നമ്മളൊരു കുഞ്ഞു പട്ടീനെ മേടിക്കാൻ വേണ്ടി വന്നാൽ. അപ്പോൾ നമുക്ക് ഈ പട്ടീനെ കാണാൻ വേണ്ടി പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ചേട്ടൻ്റെ വീട്ടിലേക്ക് കയറുവാണ് കേട്ടോ. നമ്മളെ കാണാനായിട്ട് കുറച്ച് കുഞ്ഞു പിള്ളേരോട് എത്തിപ്പെടുന്നത് പറഞ്ഞായിരുന്നു. ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ രാഹുലിയേട്ടൻ്റെ ഫാമിലി ഫുൾ ഉണ്ട്. ഇത് ചേട്ടൻ്റെ പിള്ളേരല്ലേ? ഇതെന്റെ മോളാണ്. ഇത് ചേച്ചിയുടെ പെങ്ങളുടെ മോൻ. അപ്പോൾ നമുക്കിനി വന്ന ആളെ കണ്ടാലോ? എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. എൻ്റെ ഹേർട്ടൊക്കെ ഭയങ്കരമായിട്ട് ഇരിക്കുന്നു. ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഭയങ്കര കുഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ടത് ഇത് തന്നെയാണ് ആക്ച്വലി. കാരണം വെച്ചാൽ എനിക്ക് ഇവളാണ് കേട്ടോ. ഞാൻ ഇവനെന്ന് പറഞ്ഞു എനിക്ക് ശീലമായിപ്പോയി. എന്നാലും ഞാൻ ഇടയ്ക്ക് ഇടാന്നൊക്കെ വിളിക്കും കേട്ടോ. അത് കുഴപ്പമില്ലല്ലോ. ഭയങ്കര കാമൻ ക്വൈറ്റ് ആയിട്ടിരിക്കുന്നല്ലോ. ഇതിപ്പോൾ എത്ര ദിവസമായി ചേട്ടാ? ഇവളിപ്പോൾ എത്ര? 55 ദിവസമായല്ലേ? ഓക്കെ, കൊള്ളാലോ. 5 പപ്പി ഉണ്ടായിരുന്നു. എല്ലാം 5 ഫീമെയിൽ ആയിരുന്നു. എല്ലാം പോയി ഇത് അവസാനത്തെ ആണല്ലേ? ഓക്കെ ഡി. അപ്പൊ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഇതുവരെ പട്ടീനെ വളർത്തില്ല. അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. അപ്പൊ ചേട്ടൻ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയും. ഓക്കെ, ഞാൻ മാസ്കിന്റെ സിനിമ പറഞ്ഞപ്പോഴേക്കും എനിക്ക് മാസ്ക് കണ്ട ആൾക്കാർക്ക് അറിയാം. ജിം ക്യാരിയുടെ റോളിന് മുമ്പ് ആദ്യമേ മാസ്ക് എടുത്തുകൊണ്ടിരുന്ന ഒരു പട്ടിയുണ്ട്. അത് ഈ ബ്രീഡാണ് കേട്ടോ. എനിക്ക് അങ്ങനെ പറയുമ്പോൾ പട്ടീനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത്. ഓക്കെ, പിന്നെ നമ്മൾ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊക്കെ തന്നെ ഇല്ല, വലിയ ഒരു പ്രശ്നം വരുന്നില്ല. ഒരു നാടൻ ബ്രീഡിനെ പോലെ തന്നെ നമുക്ക് നോക്കാം. ഞാൻ നോക്കിയപ്പോഴും ഗ്രൂമിംഗ് ഒക്കെ വളരെ കുറവാണ്. ഓക്കെ, കൊള്ളാലോ. പിന്നെ ഇതിനെന്താ കൊടുക്കുന്നത്? നമ്മൾ ഒരു ടൈം ഇപ്പോൾ ഡ്രൈ ഫുഡാണ് കൊടുക്കുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം കൊടുക്കാം. ആണോ? ഈ പെഡിഗ്രി കൊടുക്കാം നമുക്ക്. പെഡിഗ്രിയുടെ ഹോൾസെയിൽ ഡീലർ നമ്മുടെ കോട്ടയത്തെ ഫ്രണ്ടാ ജേസൺ ചേട്ടാ. നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സാധനം ഫ്രീ ആയിട്ട് എത്തിച്ചേക്കണം കേട്ടോ. എന്നാ നോക്കിയിരിക്കുന്നു? പേടിച്ചിരിക്കുമെന്ന് തോന്നുന്നു. അത് ടെൻഷനാണോ? ചെറിയ ടെൻഷനാണോ? ആളെ മനസ്സിലാകാഞ്ഞിട്ടാണോ? എന്താണെങ്കിലും വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴേക്കും ഒരു ഉറപ്പായിട്ടുള്ള കാര്യമുണ്ട്. ചേച്ചിയും മോളും കുഞ്ഞപ്പനും ഇതിനെ താഴെ വെക്കാൻ വേണ്ടി പോകുന്നില്ല ഉറപ്പായിട്ടും. ചേച്ചി ഒരു പൂച്ചാനാണെന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. ഞങ്ങൾ പറഞ്ഞേക്കുന്നതന്നെ അറിയോ? അല്ല, ഞങ്ങൾ വീട്ടിൽ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. 2 മീൻ കിട്ടി. 2 മീനായിട്ട് വരുന്ന പറഞ്ഞേക്കും. ഇത് പറഞ്ഞിട്ടില്ല. സ്വപ്നത്തിൽ അവർ എക്സ്പെക്ട് ചെയ്തില്ല. വർഷത്തിൽ വാക്സിൻ ചെയ്യണം. സർട്ടിഫിക്കറ്റ് ഞാൻ അങ്ങോട്ട് എത്തിച്ചോളാം. ആണല്ലേ? സർട്ടിഫിക്കറ്റ്. ഓക്കെ, പിന്നെ ഇതിന്റെ എല്ലാവർക്കും ഒരു ഇതാണ്. ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ്? അപ്പൊ നമ്മൾ വിറ്റതെല്ലാം ഒരു 60,000 വിറ്റത്. ഓക്കെ, അപ്പൊ 60,000 വില ഉണ്ട്. പിന്നെ എല്ലാവർക്കും ഒരു സംശയം കാണാം, കാരണം പട്ടിക്ക് ഇത്രയും വില വരാനുള്ള കാര്യം എങ്ങനെയാണ്? കാരണം ഞാൻ തന്നെ അന്വേഷിച്ചപ്പോഴുണ്ടല്ലോ, ചിലർ ചോദിച്ചു ചില ബ്രീഡിന് ഇപ്പൊ സെയിം ബ്രീഡ് ആണെങ്കിൽ പോലും ചില പട്ടികൾക്ക് വില കൂടുതലുണ്ട്. ലാബ്രഡോർ ആണെങ്കിലും അത് 5,000 തൊട്ടിട്ട് 5 ലക്ഷം വരെയുള്ള പറഞ്ഞായിരുന്നു. അപ്പൊ അത് ബ്രീഡിനനുസരിച്ചാണല്ലേ? ബ്രീഡും അവരെ ക്വാളിറ്റി അനുസരിച്ചാണ്. ഓക്കെ, അടിപൊളി. അപ്പൊ എന്താണ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്? അപ്പൊ സർട്ടിഫിക്കറ്റ് ഫാദർ ഇന്ത്യൻ ചാമ്പ്യൻ ആണ്. ആണല്ലേ? നിന്റെ ഫാദർ വലിയ ചാമ്പ്യൻ ആയിട്ടാണല്ലോ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് പിന്നെ ഞാൻ എങ്ങനെ കൊണ്ടുപോകുന്നേ? ഒരു കുട്ടി ബാസ്ക്കറ്റ് ഒക്കെ ഉണ്ടോ? ഞാനാണെങ്കിൽ ഒരു കിളിക്കൂടെ കേട്ടാ വന്നേ. അപ്പൊ ചേട്ടനാണെങ്കിൽ ഇതേ ബാസ്ക്കറ്റിനകത്ത് ചെറിയ ഇച്ചിരി പേപ്പർ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു കുഞ്ഞു ക്ലോത്തും കൂടെ വെക്കുവാണ് കേട്ടോ. അവനാണെങ്കിൽ ഇപ്പൊ ഒരു ഇച്ചിരി ആക്റ്റീവ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അവനല്ല, അവൾ പേരൊന്നും ഇട്ടിട്ടില്ല. ഓക്കെ, അടിപൊളി. അപ്പൊ ഒരു കുഞ്ഞു ക്ലോത്ത് ഒക്കെ വെച്ചിട്ടുണ്ട്. പുള്ളി കിടന്നു കേട്ടോ. പുള്ളിക്കാരി കിടന്നു. ദേ ഇനി കളിക്കാൻ വേണ്ടി പോവാ. അവിടെ ഇരുന്നു. ഓക്കെ, അകത്ത് കയറിയിരുന്നു. ഓ ഗൈസ്, ഇവന് ഇച്ചിരി ആക്റ്റീവ് ആയി കേട്ടോ. എനിക്ക് അവൻ്റെ കൂട്ടിലിട്ടപ്പോഴേക്കാണ് പുള്ളിക്കാരി ഇച്ചിരി ആക്റ്റീവ് ആയത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവനെ അത് ഞങ്ങൾ പോകുന്ന വഴിക്കേ ഞങ്ങളിടയ്ക്ക് റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കാനൊക്കെ ഇടയിൽ നിർത്തുമല്ലോ. അപ്പൊ ഇവന് വണ്ടിക്ക് താത്തിയിട്ട് ഓക്കെ, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം കേട്ടോ. കുറച്ച് ഗ്ലൂക്കോസ് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് കൊടുത്താൽ മതി. കുടിച്ചോളൂ അല്ലേ? ഗ്ലൂക്കോസ് മേടിക്കാൻ റെഡിയാണോ? നീ എനിക്കൊരു സംശയം വെച്ചാൽ ഇവരും മിക്കവാറും ബോംബെക്ക് പോകുമ്പോഴേക്ക് ഇതിനായിട്ട് പോകാൻ വേണ്ടിയുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ പുള്ളിക്കാരനെ നന്നായിട്ട് ബാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരെ വണ്ടിയിലേക്ക് കയറ്റാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും കേട്ടോ. തരാ ഇവിടെ ഇരിപ്പുണ്ടോ? ഒരു ബഹളമില്ല. ബഹളമൊന്നും ഇല്ലേ? ഞാൻ ഇവരെ കുറിച്ച്
ഇതിനെക്കുറിച്ച് വായിച്ചപ്പോൾ മൊത്തം മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇവർ ഹൈപ്പർ ആക്റ്റീവ് ആണ്. നമ്മൾ വായിച്ചപ്പോൾ മൊത്തം ഫുൾ ടൈം ഓട്ടം പിടിക്കായിരിക്കും. ആണോ? പേരെങ്ങനെയാ? സൂരജ്. ഫ്രണ്ടാണ് ചേട്ടൻ്റെ? ആണല്ലേ? ആണല്ലേ? അടിപൊളി. താങ്ക് യു സോ മച്ച് സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആളെ ഡിക്കിലേക്ക് കയറ്റുണ്ട് കേട്ടോ. ഞാൻ കൊണ്ടൊന്ന് കൂട് കാണിച്ചുതരാം. ഞാൻ ഈ കൂടെ കൊണ്ട് നിൽക്കുന്നത് ഫ്രണ്ട് വെക്കാം അല്ലേ? ആണല്ലേ? എന്നാൽ നമുക്ക് അവിടെ സീറ്റ് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഡിക്കി ഫുള്ള് സാധനമാണ് കേട്ടോ. റോഡ് കുഴപ്പമില്ലായിരിക്കും അല്ലേ? ഇത് അവളെ നമ്മൾ സേഫ് ആയിട്ട് വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് നോക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ എന്നാണെങ്കിലും പോവാണ് കേട്ടോ. അപ്പോൾ അവളെ സേഫ് ആയിട്ട് നമ്മുടെ അടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ചേട്ടൻ ഒരു ഗുഡ് ബൈ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മേ, അതിവിടെ നോക്കിയെന്ന് പറഞ്ഞു. ആണോ? ജിയോ ചേട്ടനെ കാണണോ? ജിയോ ചേട്ടൻ സംസാരിക്കണോ? പേരെന്ന് പറഞ്ഞ്? തൻവി. അപ്പോൾ തൻവി പറഞ്ഞിരിക്കുന്നത് തൻവിക്ക് ജിയോ ചേട്ടനെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ജിയോ ചേട്ടനോട് എപ്പോഴെങ്കിലും സംസാരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജിയോ ചേട്ടൻ ഉറപ്പായിട്ട് വിളിക്കും കേട്ടോ, അല്ലെങ്കിൽ നമ്പർ തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടി വിട്ടിട്ട് തിരിക്കാം കേട്ടോ. എടി പേടിക്കില്ല കേട്ടോ, അവളവിടെ കൂളായിട്ട് ഇരിപ്പുണ്ട്, പേടിക്കണ്ട കേട്ടോ. നമുക്ക് ഇവിടുന്ന് വെറും 273 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ച് ആ ചേട്ടൻ്റെ കടയിലേക്ക് പോകണം. നമുക്കൊരു ഗിഫ്റ്റ് അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അവളാണെങ്കിൽ ഇതേ തുണിയെ കിടന്ന് കടിയോട് കടിയാണ് കേട്ടോ. പുള്ളിക്കാർ ഭയങ്കര കളിയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് വണ്ടി ഇരുന്നൊന്ന് കുലുങ്ങി കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു ഇവളുടെ ഉറക്കം എണീറ്റ്. വണ്ടിയുടെ ഗ്ലാസ് കാത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതേ അടിപൊളി. ഓ കൊള്ളാലോ. അപ്പോൾ ചേട്ടൻ എന്നെ കടയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഗിഫ്റ്റ് എന്താണെന്ന് ഇപ്പോഴാണ് പറഞ്ഞേ. ഗിഫ്റ്റ് എന്ന് പറഞ്ഞേ? ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സെബിന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അല്ല, അതിൻ്റെ കാര്യമുണ്ട്, അങ്ങനെ തരുന്നതിൻ്റെ കാര്യമാണ്. സെബിൻ്റെ ഒരു കട്ട ഫാനാണല്ലോ ഞങ്ങൾ എല്ലാവരും. ചേട്ടൻ വിളിച്ചപ്പോഴേക്കും പറയാം, നമ്മുടെ ചാനൽ കാണുന്ന ആളാണ്, നമ്മളത് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഷോപ്പിൽ എല്ലാവരും ആണല്ലേ? അപ്പോൾ ഇവരുടെ തന്നെ കടയാണ്. ഈ സ്ഥലത്തിൻ്റെ പേരിന് ഏട്ടാ വന്നിട്ട് ഉള്ളിയേരി. ഓക്കെ, നമുക്ക് യങ്സ്റ്റേഴ്സിന് വേണ്ട എല്ലാ സാധനവും ഉണ്ടല്ലേ? അതെ. ഓക്കെ, അപ്പോൾ ഞാൻ എന്താണ് മാരിയോസ് കടയുടെ പേര്. ഓക്കെ, അടിപൊളി. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. ഞാൻ സെലക്ഷൻ്റെ കാര്യത്തിൽ ആൾ ഭയങ്കര മോശമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചേട്ടനെ കൊണ്ട് തന്നെ സെലക്ട് ചെയ്യുക, അതായിരിക്കും നല്ലത്. ഒന്നിത്. ഓക്കെ, അപ്പോൾ ചേട്ടൻ ഒരെണ്ണം കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊറോണ ആയതുകൊണ്ട് നമുക്ക് ഇട്ട് നോക്കാൻ പറ്റത്തില്ല, പക്ഷേ ഈ സൈസ് കറക്റ്റാണ്. എനിക്ക് അതിൻ്റെ സെലക്ഷൻ അറിയാമല്ലോ. ഓക്കെ, അങ്ങനെയാണ് നമ്മളിത് പാക്ക് ചെയ്യുവാണ് കേട്ടോ. എന്താണെന്ന് ചേട്ടൻ നമുക്ക് സാധനം പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ കൊറിയർ സർവീസും ഉണ്ട് കേട്ടോ. യൂത്തിൻ്റെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കൊറിയർ സർവീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതേ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒന്ന് ഫോളോ ചെയ്താൽ മതി കേട്ടോ. അവർ കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ എല്ലാത്തിനും താങ്ക്സ് ഉണ്ട്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യാം. എന്തെങ്കിലും സംശയം വിളിച്ചോളാം കേട്ടോ, എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അടുത്ത പ്രാവശ്യം എവിടെയെങ്കിലും വെച്ച് കാണാം ഈ പറഞ്ഞ പോലെ. അവളവിടെ എന്നെ അടുക്കുവാൻ നമുക്ക് അറിയത്തില്ല കേട്ടോ. പുള്ളിക്കാരി വണ്ടിക്കകത്തിരിപ്പുണ്ട് ഗൈസ്. ഞാനിപ്പം വളരെ ഉത്തരവാദിത്തപ്പെട്ടൊരു മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കുവാണ്. ഇൻഡിവിജ്വൽ. ഓ മൈ ഗോഡ്, സ്വീറ്റി, നീ ഉറങ്ങിയോടി, ഇങ്ങോട്ട് വന്നേ. അപ്പോൾ നമ്മുടെ കാലിക്കട്ടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ പോയിട്ട് നമ്മൾ ഈ വണ്ടി തുറക്കാൻ പോവാണല്ലേ? ആരോടൊന്നും പറയത്തില്ല, ആരോടൊന്നും പറഞ്ഞില്ല. നമ്മൾ സസ്പെൻസ് റിവീൽ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഗ്ലൂക്കോസ് പൊട്ടിച്ചിട്ടുണ്ട്, ഇതിലേക്ക് ഇടുവാണ് കേട്ടോ. കുടിക്കുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഓൾ സെറ്റ്. സാമ്പിൾ കുടിച്ച് നോക്കട്ടെ കേട്ടോ. ചെറിയൊരു മധുരം ഇടിച്ചിട്ട് വേണം ഇടാം. അവൻ നല്ല മധുരത്തിലും കുടിക്കട്ടെ. ഇനി നമുക്ക് ഏകദേശം 180 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇതൊന്നും കുടിച്ച് നോക്കിയേ. നമ്മൾ കുടിച്ച് നോക്കിയേ, മതിയല്ലേ? ഇടി പെണ്ണേ, പുറത്തിറങ്ങി വന്നേ. ചിലപ്പോൾ ഒമിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് ചേട്ടൻ പറഞ്ഞായിരുന്നു. ഇടി പെണ്ണേ, ഒമിറ്റ് ചെയ്തോടി നീ. നമ്മൾ ഇതിട്ട് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുടിക്കുമെന്ന് എനിക്കറിയത്തില്ല. കുടിച്ചോ? ആ അതെ, കുടിച്ചോ. എനിക്ക് തോന്നുന്നു നന്നായിട്ട് ദാഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ശരിക്കും വയറ് നിറച്ച് കുടിച്ചോന്നേ. വീട്ടിൽ ചെന്ന് നമുക്ക് ചാടി തുള്ളി എല്ലാവരും പേടിപ്പിക്കേണ്ടതല്ലേ? എന്നെ നോക്കുന്നേ. എന്നാൽ ഇച്ചിരി കുടിച്ചേ. ആള് നല്ല മിടുക്കിയായിട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ, ഒരു കുഴപ്പമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്യാമറ നോക്കുന്ന എന്നതിനാ. എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചേ. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറ. വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞേടി. നമ്മുടെ പെണ്ണുണ്ടല്ലോ, ഇതിനകത്ത് എന്തൊക്കെയോ കഴിച്ചിട്ടുണ്ട്, ഇച്ചിരി ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ. ഇനി വീട്ടിൽ നമ്മൾ എത്താനായിട്ട് ഏകദേശം 180 കിലോമീറ്റർ ഉണ്ട്. ഇതേ നല്ല അടിപൊളിയായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് ഗൈസ്. ഭയങ്കര മഴയാണ്. 180 കിലോമീറ്റർ കേട്ടോ. സമയം 6:32. കട്ട മഴയാണ് ഇവിടെ. ഇതുകൊണ്ടോ ഭയങ്കര മഴയാണ്. നമ്മളിവിടെ നിർത്തിയിട്ടത് ഇവൾക്ക് ഇച്ചിരി വെള്ളം കൊടുക്കാൻ വേണ്ടി നിർത്തിയേക്കുവാണ്. ഇച്ചിരി വെള്ളം കൊടുത്തേ പെണ്ണ്. എന്നാ കുടിച്ചോ. അച്ചോടാ, ദാഹിക്കുന്നുണ്ടായിരുന്നോ? ഇത് കുടിക്കുന്ന നോക്കി ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ മഴയൊക്കെ കഴിഞ്ഞ് സി ചേച്ചിയൊക്കെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ഷിയാരി ചേച്ചി ഉണ്ട് കേട്ടോ, എല്ലാവരും ഉണ്ട് ഗൈസ്. മൊത്തം ഇരുന്ന് കുടിക്കുകയാണ് കേട്ടോ. ആള് മഴ നോക്കിയാൽ എന്തും മഴയാണ്. മഴയാണെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുന്നത് കുറച്ച് റിസ്ക് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും വീട്ടിലേക്ക് പോകാം ഗൈസ്. ഭയങ്കര മഴയാണ്. ഇതുണ്ടോ. ഓക്കെ, റെഡി. ബാപ്പാ തുറന്നു. അപ്പോൾ നമ്മൾ മീനിനെ എടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ ഒരു മിനിറ്റ്, പപ്പ പോയി നോക്കുന്നുണ്ട്. ആ കുട മാറ്റിക്കോ. പപ്പ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എടുക്കാൻ വേണ്ടി പോവാണ്. എടുത്തോണ്ട് വരട്ടെ. ഇവിടെ കൊണ്ട് വെച്ചേ. ഇവിടെ വെച്ചേ. നടക്കൊടിച്ച് തുറന്നേ. ഇതുണ്ടോ? എന്നാ പാകത്തന്നെന്നറിയോ, ഒരു കടിച്ചൊരു പോലും ഇല്ലായിരുന്നു. ഇവിടം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു.
അവൻ ഇങ്ങോട്ട് ചായ എടുത്തോ. മമ്മി ഇവിടെ എങ്ങനെയുണ്ട്? എടാ 2 പ്രാവശ്യം വൊമിറ്റൊക്കെ ചെയ്തു കേട്ടോ. 2 പ്രാവശ്യം ഛർദ്ദിച്ചു. അവൻ മാക്സിമം പോയേക്കും തൃശ്ശൂർ വരെ പോയിട്ടുള്ളൂ. അപ്പോൾ അവൻ ഇന്ന് ഇച്ചിരി ഛർദ്ദിച്ചു. പെങ്കൊച്ചാട്ടോ, അവളല്ല, പെൺകുട്ടിയാ. അപ്പോൾ കുഞ്ഞപ്പൻ വാലിഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇവന് പേരിട്ടുണ്ടായിരുന്നു. ഇത് ഏത് പട്ടിയെന്ന് മനസ്സിലായോ? മാസ്ക് സിനിമയില്ലേ? മാസ്ക് സിനിമയ്ക്കകത്ത് ആദ്യത്തെ ക്യാരക്ടർ. അപ്പൊ നമ്മളിനി ഉണ്ടല്ലോ എല്ലാവർക്കും കൊണ്ട് വില ഗസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പോവാണേ. പപ്പ എത്ര ആയിക്കണം വില? 15,000 രൂപ. കുഞ്ഞപ്പൻ 60-50. ഇന്ത്യ ഇല്ലാത്ത ബ്രീഡാ. അപ്പൊ ഇവളും പറഞ്ഞേക്കും 60-65 ആണ് കേട്ടോ. ചേച്ചിയോ? ഞാൻ അതിന് വിലയൊന്നും പറയുന്നില്ല, നിനക്ക് ആരെങ്കിലും ഫ്രീ തന്നാന്ന് ഞാൻ വിചാരിക്കും. ഇതാ ചേട്ടൻ ചേട്ടൻ ഓടിക്കും കേട്ടോ. വേറെ കുറച്ച് ഫാക്ട് പറഞ്ഞത് ഈ പട്ടീനെ കുറിച്ചുണ്ട്. മാക്സിമം 8 കിലോ വരത്തുള്ളൂ. ഹൈലി ആക്റ്റീവാ. കുറച്ചുകൂടെ ആയി കഴിഞ്ഞാൽ ഭയങ്കര ആക്റ്റീവാ. അപ്പൊ നമ്മൾ ഇവന്റെ പ്രൈസ് പറയുവാണ് കേട്ടോ. ആള് ആക്റ്റീവായി കേട്ടോ. മഴയാടാ. ഞാൻ എടാന്നൊക്കെ ചിലപ്പോൾ വിളിക്കും കേട്ടോ. ഞാൻ നിന്നെ എടാന്നൊക്കെ വിളിക്കും കേട്ടോ. അപ്പൊ ഇവന്റെ വില 60,000 രൂപ. കുഞ്ഞപ്പൻ. അപ്പൊ കുഞ്ഞപ്പനാണ് കേട്ടോ കറക്റ്റ് ആയിട്ട് ഗസ്. നമ്മളാണെങ്കിൽ ഇവൾക്ക് ഒരു പേരിടണം. മമ്മി ഒരു പേരിടണം. എല്ലാവരും ഇവിടെ കണഞ്ഞ് ആലോചിക്കുവാണ് കേട്ടോ പേര്. ഞങ്ങൾ വരുന്ന വഴിക്ക് 2 പേര് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് ഗംഗ, പ്രഭാകരനല്ല, ശോഭ. വടക്ക് നോക്കി യന്ത്രത്തിലെ ശോഭയുണ്ട്. നമ്മൾ എന്താണ് ഇവളുടെ പേര് ഫിക്സ് ചെയ്ത് കേട്ടോ. നമ്മൾ ശോഭയെന്ന് പേരിടുവാണ്. അപ്പോൾ നമ്മൾ ശോഭയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ ഇടുന്നതാണ്. ഇപ്പൊ ഇന്ന് രാത്രി ആയതുകൊണ്ട് നമ്മൾ അത് എടുക്കുന്നില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. ഇറ്റ്സ് മീ സെബിൻസറേ. പിന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നിയത് വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് തോന്നുന്നുണ്ടല്ലേ? അയ്യോ ഇതിനാവശ്യം മടുത്തോ? മടുത്തു. സ്ട്രെയിറ്റ് ആയിട്ട് 270 കിലോമീറ്റർ അല്ലേ? എങ്ങും നിർത്തിയില്ല. ഇല്ല അങ്ങനെ അടിക്കത്തൊന്നുമില്ല. എന്നിട്ട് ഞാൻ ഡയറക്ടറിനോട് പറയുന്നു എത്ര നേരം കണ്ടിട്ട് ആ സമയത്ത് അപ്പൊ കോടയൊക്കെ എടുത്ത് അപ്പൊ റെഡി ആവട്ടെ. അല്ല അപ്പൊ ഇവിടെ വന്ന് അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ മീൻ പിടിക്കുന്നത് നിങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അപ്പൊ അപ്പയൊക്കെ പോയിട്ട് അല്ല ഒരു മിനിറ്റ് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഒരു ചിപ്പും ഉണ്ടാവും. അതിൽ റീഡ് ചെയ്യുന്ന നമ്പർ, ആ ചിപ്പിൽ റീഡ് ചെയ്യുന്ന നമ്പറും ഇതും ഒന്നായി മാഷായിരിക്കും. എത്ര വലുതായിട്ട് ടെക്നോളജിക്കലി ഇമ്പ്രൂവ് ആയ കാര്യം നമുക്ക് അറിയത്തില്ല കേട്ടോ. ആണല്ലേ? ചേട്ടൻ പേര് എങ്ങനെയായിരുന്നു? താങ്ക് യു സോ മച്ച്. ബൈക്ക് ഓൺ ചെയ്തോ. മാസ്ക് ഒന്നും ആയിരിക്കും. ഓ ഓക്കെ. അഭിലാഷ് താങ്ക് യു സോ മച്ച് സപ്പോർട്ട് ചെയ്തതിന് കേട്ടോ. ഇംഗ്ലീഷ് വേണ്ട, മലയാളം മതി. ജിമ്മി, ടോമി, ജാക്കി ഒക്കെ പുറത്ത് വരും. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട. ഹെയർ ഫോളും അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ മുടി പ്രൊട്ടക്റ്റ് ആയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മൂസ്റ്റാക്കിന് ഈ 2 പ്രോഡക്റ്റ് മേടിക്കാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ മേടിക്കുക കേട്ടോ. ദാമോദരൻ മലയാളി ആണായിരുന്നു നമുക്ക് വേണം ദാമോദരൻ കേട്ടോ. ശോഭ. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഇവൻ്റെ റിവ്യൂ വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ ഇടുന്നതാണ്. ഇപ്പോൾ ഇന്ന് രാത്രി ആയതുകൊണ്ട് നമ്മൾ അത് എടുക്കുന്നില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. ഇറ്റ്സ് മീ സെബിൻസറേ. പിന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ.